ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ മോശയെ പറ്റി ഹല്ലേലൂയ പഠിക്കുവാനിടയായി. Last week, hallelujah, we were discussing about Moses was the Redeemer in Old Testament. ആമേൻ. എന്നാൽ പുതിയ നിയമത്തിലെ ഹല്ലേലൂയ മധ്യസ്ഥൻ നമ്മുടെ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനാണ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തത്. The mediator in the Redeemer in New Testament is Jesus Christ. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. And Jesus, the Father bought us with the price, that's the blood of Jesus Christ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. രക്ഷ. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് ഹല്ലേലൂയ നമ്മൾ പഠിച്ചു. In John chapter 1:12 we read that, we studied that. Hallelujah, the one who received him, God gave them the power to become the sons of God. അവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ. They are the only one, the sons of God. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ പ്രസംഗം ദൈവം. Today's topic will be the continuation of the last topic. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ ഹല്ലേലൂയ അനുഗ്രഹിച്ച ഹല്ലേലൂയ വളർത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യാം. Let's praise him for all the ways God has been leading us. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലൊക്കെ കടത്തി ചെല്ലുവാൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ദുഃഖങ്ങൾ പറയുവാൻ നിൽക്കണം. ഹല്ലേലൂയ നല്ല സഖിയായി നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. Jesus Christ is the best friend. Hallelujah. Who whatever things we are going through, we can go openly and tell him. ആമേൻ. ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. Jesus gave us the spirit which is not the spirit of fear but the spirit of power, love and sound mind. ആമേൻ. കഴിഞ്ഞ ചില മാസങ്ങളായി ഒരേ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. I mean, for the past few months, there is one topic the whole world is discussing. ആമേൻ. ലോകമെങ്ങും രണ്ട് വാക്കുകളാണ് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. There are two hallelujah words mainly on discussion all over the world. ആമേൻ. COVID-19 അല്ലെങ്കിൽ കൊറോണ ഇവയെക്കുറിച്ചുള്ള ഭീതിയിൽ ജനം വീർപ്പൂട്ടി കഴിയുകയാണ്. There's a COVID-19 or corona and people all over the world is under the fear. They are afflicted by the fear of corona. ഹല്ലേലൂയ. അടുത്ത നിമിഷം ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭീതിയാൽ ജനം ഹല്ലേലൂയ വീർപ്പൂട്ടി കഴിയുകയാണ്. People are afflicted by the fear. Hallelujah. They don't know what is going to happen next moment. ആമേൻ. നമ്മൾ നോക്കി ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ വലിയ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഹല്ലേലൂയ ഈ വ്യാധി മൂലം ഉണ്ടായിരിക്കുന്നത്. If you look around the world, there are a lot of economic loss because of this pestilence. ആമേൻ. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. Lot of many hallelujah. Thousands of people they were taken away from this world. അതിലും അധികം ആൾക്കാർ ഈ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നു. And more than that, many people are still afflicted by the sickness. ആമേൻ. ഇപ്പോൾ പുതിയതായി കേൾക്കുന്നു ചൈനയിൽ പുതിയൊരു പ്ലേഗ് ഉണ്ടായിരിക്കുന്നു. ഈ പ്ലേഗ് ബാധിക്കുന്നവർ 24 മണിക്കൂറിനകം ഹല്ലേലൂയ മരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And now we are hearing that there is a new kind of plague which is happening in China, and this plague, if you are afflicted, you will be dead in 24 hours. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. Now once you look around, many people lost their jobs. ധാരാളം ബിസിനസ്സുകൾ ക്ലോസ് ചെയ്യാൻ ഇടയായി തീർന്നു. A lot of businesses are closed. ആമേൻ. സ്കൂളുകളിലും കോളേജുകളിലും പഠനം ഹല്ലേലൂയ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഭാരം ഹല്ലേലൂയ മാതാപിതാക്കളെ അലട്ടുന്നുണ്ട്. The education of many children, students are standing still, and hallelujah, many parents are afflicted by fear about the future of their children. ആമേൻ. ഇതിന്റെ എല്ലാ നടുവിൽ ഹല്ലേലൂയ ദൈവമക്കളായ നമുക്ക് ഏക ആശ്രയം നമ്മുടെ ദൈവത്തിൽ മാത്രമാണ്. In the midst of all this, hallelujah, we have one trust, that's trust only in Jesus Christ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ നടുവിൽ പല നല്ല കാര്യങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നു. There are a lot of good things are happening in the midst of all this. മദ്യശാലകൾ, സിനിമാശാലകൾ, നൃത്തശാലകളെല്ലാം അടയപ്പെടുവാൻ ഇടയായി തീർന്നു. All the dancing places and all the drinking places and all the movie places, they are closed. ആമേൻ. ആത്മീയതയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളും അതിനുള്ള സ്ഥാനങ്ങളൊക്കെ കുറെ നാളത്തേക്കെങ്കിലും അടയ്ക്കുവാൻ ഇടയായി തീർന്നു. Hallelujah, deception in the name of the spirituality, it is closed forever. ആമേൻ. ആഡംബര വിഭാഗങ്ങൾ, ഫാഷൻ ഷോകൾ, അധികാരമോഹങ്ങൾ എല്ലാം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ഹല്ലേലൂയ നമ്മളായിരിക്കുന്നത്. In this time, I have been in a situation that hallelujah, all kind of fashion shows are standing still. ആമേൻ. എല്ലാവർക്കും ഹല്ലേലൂയ ഇതിനു മുമ്പ് ഈ മഹാമാരി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും പറയാനുള്ളത് ഒന്നിനും സമയമില്ല എന്നായിരുന്നു. Before people were there's one master word that we have no time. ആമേൻ. എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ സമയം ലഭിച്ചിരിക്കുകയാണ്. Now everybody has enough time. ഹല്ലേലൂയ. കുടുംബത്തോടൊന്നിച്ച് സമയം ചെലവഴിക്കാൻ ഹല്ലേലൂയ ആമേൻ ഇഷ്ടം പോലെ സമയം. Now they have plenty of time to spend with the family. ഒന്നിച്ച് പാർട്ടിൽ ഹല്ലേലൂയ കുക്ക് ചെയ്യുന്നു, ഹല്ലേലൂയ ഭക്ഷണം കഴിക്കുന്നു. People are cooking together in the families and they are eating together. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾ എല്ലാവരും കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. And loving God people, hallelujah, they are standing together and praising God. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് തന്നെ
തങ്ങളെ തന്നെ ഒന്ന് ആലലിയെ ശുദ്ധീകരിക്കാൻ തക്കണം ആലലിയെ ഇവിടെയാക്കിക്കൊണ്ടിരിക്കുന്നു. Now God is giving people an opportunity to sanctify and purify their life. ആമേൻ. ദൈവവചനം വായിക്കാൻ ആലലിയ enough time നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു. Now they have enough time to read the Bible and they are hallelujah getting assurance from the word of God. ആലലിയ ആമേൻ. ആലലിയ വ്യക്തിപരമായും ആലലിയ പേഴ്സണൽ പ്രയർ ഒക്കെയും ആലലിയ ധാരാളം സമയം ലഭിക്കുന്നു. The personal prayer has enough time. അത് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. And I praise God for all this. ആമേൻ. ആലലിയ ആമേൻ. ആമേൻ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. 2 Thessalonians chapter 3 verse 3. But the Lord is faithful, who shall establish you and keep you from evil. ആമേൻ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദൂഷ്ടന്റെ കയ്യിലകപ്പെടാതോണം ആമേൻ നമ്മെ കാത്തുകൊള്ളും. ആലലിയ സ്തോത്രം. ആലലിയ. ഇതാണ് നമുക്ക് ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം. Amen. Today's word is, but the Lord is faithful, who shall establish you and keep you from evil. ആമേൻ. ദൈവം തന്റെ മക്കളെ ആലലിയ സ്തോത്രം. ആലലിയ ആമേൻ അവിടെ ചിറകടിയിൽ കാത്തുകൊള്ളുമെന്നാണ് ആലലിയ നമുക്ക് വാഗ്ദത്തം ആലലിയ ഉറപ്പ് തന്നിരിക്കുകയാണ്. God gave us the promise and the assurance that hallelujah God will protect his children under his wings. ആമേൻ. അവരുടെ ജീവിതത്തിൽ ആലലിയ ഉറപ്പും ശക്തിയും ആലലിയ ആമേൻ ആലലിയ ആമേൻ കുറയുന്ന ആലലിയ നമ്മൾ ആലലിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Amen. God gives them hallelujah assurance and strength. ആമേൻ. ആലലിയ അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിൽ സന്ദർശിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ആലലിയ ആമേൻ ഒരാളായിരുന്നു പൗലോസ്. Once we think about Paul, yes, hallelujah, he was visited by God and he believed in gospel and now he was walking with Jesus. ആമേൻ. പൗലോസ് ദൈവകൃപയിൽ വന്നപ്പോൾ അവന്റെ ഏക ആഗ്രഹം ആലലിയ ദൈവത്തെ കുറിച്ചുള്ള ആലലിയ വെളിപ്പാടുകൾ ആലലിയ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു. ആലലിയ ആലലിയ പൗലോസിന്റെ ഏക ആഗ്രഹം. One only desire of Paul was hallelujah to get the revelation from Jesus Christ. ആലലിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ കയ്യിലാണ് പൗലോസ്കാരെ എല്ലാ ലേഖനത്തിന്റെ ഉള്ളടക്കം യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടുകളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. In all the epistles of Paul we can see, and in the summary the conclusion says that is the revelation about Jesus Christ. ആമേൻ. റോമൻസ് 16:20 നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണെന്ന്. And Romans 16 verse 20 says, God of peace who crushed the devil under crushed them and head of the Satan under your feet. ആമേൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധം വെപ്പിച്ച അവന്റെ മേൽ ജയം പ്രാപിച്ച ആലലിയ ദൈവമാണ് നമ്മുടെ ദൈവം. Colossians we see hallelujah the God who hallelujah nailed the devil demonic plans on the Calvary cross and he took triumph over the devil's plan. ആമേൻ. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നുണ്ട് അനന്യനായ ക്രിസ്തു അനന്യനായ ക്രിസ്തു ആലലിയ എന്നാണ് അവിടെ We രേഖപ്പെടുത്തിയിരിക്കുന്നു. can see in Hebrews that Jesus Christ is the one forever. ആമേൻ. മോശയേക്കാൾ അഹരോന്റെ സമാഗമന കൂടാരത്തേക്കാൾ ഇന്നുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തുകയാണ് പൗലോസ് ആലലിയ ആമേൻ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് ഈ ലേഖനങ്ങൾ എഴുതിയതിൽ കൂടി നാം കാണുന്നത്. In the hallelujah book of Hebrews we can see Jesus Christ is above Moses, Jesus Christ is above angels, Jesus Christ above anything in the world. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ആലലിയ ലേഖനങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. In every epistle of Paul which is written by Paul we can see the special character of Jesus Christ. ആമേൻ. നല്ലവനായ ദൈവത്തെ നമുക്ക് പിൻപറ്റുവാനും ആലലിയ അവന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ ആലലിയ ആമേൻ ആലലിയ ഏത് സമയത്തും അവന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us praise God for this great opportunity that we can follow such a great God hallelujah in everything in our life. ആമേൻ. ഈ നമ്മൾ വായിച്ച ഭാഗത്തിൽ 3 ദൂതുകളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. There are 3 messages that God is giving to us from the words which we just read. ആമേൻ. ഒന്നാമത് പറയുന്നത് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. Number 1 says our God is faithful. രണ്ടാമത് അവൻ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. Second we say hallelujah our God is establishing us. ആമേൻ. ദുഷ്ടന്റെ കരങ്ങളാപ്പെടാതെ അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവാണ്. And our God is the one protecting us hallelujah from falling into the hand of the devil. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ദൈവമക്കളെ ക്ലേശങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെയും ഹല്ലേലൂയ നാളെ കുറിച്ചുള്ള ചിന്താഭാരങ്ങളും ഹല്ലേലൂയ ഉള്ളവരോട് പറയുന്നത് ഈ കേൾക്കുന്ന ദൈവവചനം ആ ദൈനംദിന ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അവകാശമാക്കി എടുക്കണം. These verses which we read here and in the 2 Thessalonians 3:3 but the Lord is faithful who shall establish you keep you from evil. Hallelujah. Once you are rejected and isolated and once you are going through struggles hallelujah we can take it as an inheritance from the Lord.
ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തെ കുറിച്ചുള്ള സംബന്ധിച്ചുള്ള ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവൻ വിശ്വസ്തനാണ്. Our God is faithful in all promises He has given to us. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ചിന്തിക്കും ഈ മഹാമാരിയുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മോട് സഭയോടും നമ്മുടെ തലമുറയോടുള്ള വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നിറവേറുന്നത്. We will think how the promises are going to happen in the midst of all this hallelujah COVID season. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ഹല്ലേലൂയ 1:20 വായിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റുവാൻ ഉറപ്പ് നമുക്ക് പ്രാപിക്കാം. 2 Corinthians 2:20 talks about the assurance of the promises which God has given to us. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വ് എന്ന് മാത്രമാണ്, അതിന് മാറ്റം വരുത്തുന്നില്ല. All His promises are yes and amen, and the promises are never changing. ആമേൻ. ഹല്ലേലൂയ. അതാണ് നമ്മൾ കഴിഞ്ഞ പാട്ട് പാടിയത്. ആ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് എന്ന് മാത്രമാണ്. That's what we sang like that. Yes, all your promises are yes and amen. ആമേൻ. ഹല്ലേലൂയ. യോശുവ 21:45 ഹല്ലേലൂയ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേലിനോട് അരുളിച്ചത് വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Joshua 21:45 says all His promises, nothing fall on the ground and everything got fulfilled. ആമേൻ. ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി തോന്നിയേക്കാം. We may think all the circumstances are against you. ആമേൻ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം ഹല്ലേലൂയ അനേക സംശയങ്ങൾ ഹല്ലേലൂയ ആമേൻ ആമേൻ ഉളവാക്കിയേക്കാം. Many people are inflicted by the doubts and they are doubting the promises God. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം തന്റെ മക്കൾക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ട ദൈവ ദർശനങ്ങൾ പാലിക്കപ്പെടുക തന്നെ ചെയ്യും. And we are sure that all the promises and visions and revelations which you receive from God is going to be fulfilled in your lifetime. ഹല്ലേലൂയ. ചോദിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുമെങ്കിൽ അത് ശീഘ്രമായി തന്നെ ദൈവം നിവർത്തിക്കും. It will God will hasten His promises if you hallelujah believe in Him and believe in His promises without doubting or questioning. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. വാശമാക്കി നിങ്ങളുടെ പ്രായം കൂടിയതോ നിങ്ങളുടെ സ്കിൻ ചുളുങ്ങിയതോ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച മങ്ങിയതോ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒന്നും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ലോകം നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് ഹല്ലേലൂയ അവർ പറയും. The promises and the fulfillment of the promises, it is not hindered by your age or the condition of your body. And the people may say surrounding you, look at hallelujah, look at them, the promises are not going to happen, but hallelujah, God has given us the assurance that all His promises are yes and amen. ആമേൻ. ലോകം പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം പൂർണ്ണമായി ഹല്ലേലൂയ വിശ്വസിക്കണം. Don't believe what the world says, but you have to have the assurance that whatever God promises is faithful enough to fulfill it. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും, സംശയമില്ല. Every promises are yes and amen, and we're going to see the fulfillment of the promises in our life. ഹല്ലേലൂയ. പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തീരുമാനമെടുക്കുമെങ്കിൽ ദൈവത്തിന്റെ മറുപടി എത്രയും വേഗം നമ്മുടെ ജീവിതത്തിൽ ശീഘ്രമായി വെളിപ്പെടും. If you believe the promises, you shall see the glory of God and you will see the fulfillment of the promises in your life. ആമേൻ. പലപ്പോഴും ദുഷ്ടന്റെ നടുവിൽ സംശയ വിചാരങ്ങൾ സാധ്യതകളില്ല ആമേൻ എങ്ങനെ നടക്കുമെന്നൊക്കെ എല്ലാ ഡോറുകൾ അടയപ്പെട്ടു മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല എന്ന് വാദിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ദൈവം പറയുന്നത് നമ്മുടെ അവസ്ഥ മാറ്റുവാൻ ദൈവത്തിന് അധിക സമയം ആവശ്യമില്ല. God says all of these promises doesn't take much time to fulfill in your life in spite of all the hallelujah wrong opinions and deception from the devil hallelujah who put all the wrong thoughts in your heart and all doubts and unbelief in your heart. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഹല്ലേലൂയ അനുസരണമായി പഠിക്കുന്നത് ഹല്ലേലൂയ നന്നായിരിക്കും. It may be beneficial, profitable to learn some hallelujah verses from the Bible. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എലീശ ഹല്ലേലൂയ സ്തോത്രം ആമേൻ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവിന് വേണ്ടി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കൈപ്പത്തി പോലെ ഹല്ലേലൂയ ആകാശത്തെ മേഘങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ ഇടയായി തീർന്നു. അത് വലിയ ഹല്ലേലൂയ മഴയായി തീരുവാൻ ഇടയായി തീർന്നു. When Elijah prayed hallelujah on the Mount Carmel, hallelujah, he ended up seeing a hallelujah hand-like cloud, and the cloud became a great rain and hallelujah covered the whole nation. ആമേൻ. പൂർവ്വത്തെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഹല്ലേലൂയ കൈകൊണ്ട് തീ പിടിക്കാവുന്ന ദൂരത്തിൽ കാടപ്പക്ഷികളെ ദൈവം വരുത്തി കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Israel people were supported for meat. Hallelujah, God provided them quail, and the quail was flying within reach of Israel people, and they could catch the quails, and hallelujah, that's how God provided the meat in the wilderness. ആമേൻ. താഴ്വരയിൽ ഹല്ലേലൂയ വെട്ടിയ കുഴികളിൽ കാറ്റും കോളും മഴയും കാണാതെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ കുഴികളിൽ ഹല്ലേലൂയ ആമേൻ വെള്ളം നിറയാതെ ഇടയായി തീർന്നു. God said to the people, hallelujah, when they had no water in the wilderness for 7 days, and Elisha prophesied that hallelujah, by faith you make ditches hallelujah in the valley, and you will see there shall
shall be no rain, no wind, but the valley shall be full of water. ആമേ യേശുവിന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ കണ്ടു വലിച്ച മരണത്തെ മുഖമായി കണ്ട് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മൂന്നാം യാമം കഴിഞ്ഞു. നാലാം യാമത്തിന്റെ നടുവിൽ ഹല്ലേലൂയ യേശു ക്രിസ്തു കടലിന്റെ മീതെ കൂടി കടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കൽപ്പിക്കുകയാണ് അവിടെ The ചെയ്തത്. disciples were in the hallelujah in the water. Yes, they were afflicted by, they were attacked by the waves and the wind. Hallelujah. Jesus Christ walked on the water on the fourth watch, and Jesus calmed the sea and rebuked the wind. ആമേ ദുഷ്ടനായ പിശാച് അവരെ താത്തുളയാനാണ് ശ്രമിച്ചെന്ന ദൈവ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ ഉള്ളത് കൊണ്ട് പിശാചിന് അവരെ ഒന്നും ചെയ്യാൻ The കഴിഞ്ഞില്ല. wicked demon wanted to destroy them with all the problems in their life, but because they had promises in their life from Jesus Christ, the devil has no power over them, and God, hallelujah, overpowered them in the midst of the trouble. ആമേ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും അതിനെല്ലാം മാറ്റാൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവമാണ് നമ്മുടെ ദൈവം. Our God is able to change any situations in your life. ആമേ എത്ര വഴക്കമുണ്ടായാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ മാറിപ്പോകാത്ത ഒരു അവസ്ഥയുമില്ല. It doesn't matter how complicated your problem, how old it is, it doesn't matter. Our God is able to untangle hallelujah, all the problems in your life. ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ദിവചനത്തിന് മുമ്പിലെല്ലാം നീങ്ങിപ്പോകും. All the problems will be removed in the presence of the word of God. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പഴയ നിയമത്തിൽ നമ്മൾ ശൗലിന്റെ കഥ ഹല്ലേലൂയ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ ശൗലും ഹല്ലേലൂയ തന്റെ ബാല്യക്കാരനും കൂടി ഹല്ലേലൂയ നഷ്ടപ്പെട്ടു അപ്പന്റെ കഴുതയെ അന്വേഷിച്ചിറങ്ങിയത് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. We have heard the story of Saul, who is looking for a father Kish donkey, and he finally ended up seeing a prophet. We have read it many times. ആമേൻ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ 3 ദിവസമായി അന്വേഷിക്കുന്നു. The Saul and his friend, hallelujah, they were looking for the father's donkey which was lost for 3 days. ആമേൻ അവരുടെ അന്വേഷണം പരാജയമായപ്പോൾ ബാല്യക്കാരൻ പറഞ്ഞു ഹല്ലേലൂയ ഇവിടെ പ്രാർത്ഥിച്ച് ആലോചന പറയുന്നത് പ്രവാചകനുണ്ട് അവന്റെ അടുത്ത് ചെന്നാൽ നമ്മുടെ വിഷയത്തിന് മറുപടി ലഭിക്കുമെന്ന്. Because they've been searching and they could not find the donkey, but hallelujah, friend said, hallelujah, there is a man of God. If you go there and hallelujah, he will give us the advice of God. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അവർ ആമേൻ ശമൂവേലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. So that's how they came to the house of Samuel. ഹല്ലേലൂയ ശൗലിന്റെ ഏക ഉദ്ദേശം ആമേൻ അപ്പന്റെ കഴുതയെ ലഭിക്കണമെന്ന് മാത്രമായിരുന്നു. So had only one purpose. They have to discover the hallelujah donkeys of his father. ആമേൻ ശൗലിന്റെയും ഹല്ലേലൂയ കൂടിക്കാഴ്ചയിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ ഇടപെടലുകൾ ഉണ്ടാവാൻ ഇടയായി തീർന്നു. There was an intervention of God, and divine intervention upon hallelujah Saul, hallelujah, while he met with Samuel. ആമേൻ ഉടനെ തന്നെ ശമൂവേൽ പ്രവാചകൻ ദൈവശബ്ദം കേട്ട ഉടനെ തന്നെ അഭിഷേകം ശൗലിന്റെ മേൽ ഒഴിക്കാൻ ഇടയായി തീർന്നു. Hallelujah, God poured out his anointing upon Saul the moment he heard the voice of God from Samuel. ആമേൻ ഹല്ലേലൂയ ശൗൽ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്താണ് അവൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. Saul became an anointed king of God, hallelujah, while he was least expected of that kind of situation. ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മാറ്റുവാൻ അധിക സമയം ആവശ്യമില്ല. It doesn't take much time for God to change your situation around. ആമേൻ ഹല്ലേലൂയ എത്ര പ്രതികൂലങ്ങൾ കടന്നു പോയാലും ലോകം മുഴുവൻ വലിയ ഹല്ലേലൂയ മഹാമാരി ആമേൻ ആഞ്ഞുവീശാലും ദൈവം തന്നെ വാഗ്ദത്തം നിവർത്തിക്കാതെ ഇരിക്കുകയില്ല. Our God is able to fulfill his promises even in spite of the situations. Hallelujah, the whole world is hallelujah afflicted by the pestilence and all kind of uncertainties people are going through, but still God is able to work out his plan in 1 second. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നമ്മുടെ തലമുറയിലും ഭവനത്തിലും നമ്മുടെ സഭയിലും എല്ലാം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. Our God will, hallelujah, for sure he going to fulfill the promises which is for our personal life and our family life and for our children. ആമേൻ എലീശ ഹല്ലേലൂയ ആമേൻ പറ്റി പഠിക്കുകയാണെങ്കിൽ അവൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു. But to think about Elisha, he was a farmer. ഹല്ലേലൂയ അവനെ ആമേൻ ഒരേ കാളുകളെ വെച്ച് ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആത്മനിയോഗമുണ്ടായി. ഇസ്രായേലിന്റെ പ്രവാചകൻ അവന്റെ മേൽ ഹല്ലേലൂയ ആമേൻ അവന്റെ മേൽ നിന്ന് അഭിഷേകത്തിന്റെ പുതപ്പ് ഇടുവാനൊക്കെ ഇടയായി. Elisha was plowing with the 12 pairs of oxen, and he was with the 12 pair. Hallelujah, and while unexpected situation, unexpected moment came that Elijah was moved by Holy Spirit, and he put the mantle upon Elisha. ആമേൻ എലീശ വിശ്വസ്തനായി ഹല്ലേലൂയ ഏലിയാവിനെ പിൻപറ്റിയത് മൂലം ഏലിയാവിന്റെ മേലുള്ള ഹല്ലേലൂയ ആത്മാവ് ഇരട്ടി പങ്കിനെ പ്രാപിക്കാൻ കഴിഞ്ഞു. Elisha was faithful in following Elijah, hallelujah, and being his servant, hallelujah, God poured out a double portion anointing of Elijah
upon Elisha. ആമേൻ. തുടർന്ന് മക്കളെ എലീശയെ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു, രാജ്യങ്ങളെ കുറിച്ചുള്ള ദൂതുകളുടെ പ്രവാചകനായി എലീശ മാറ്റപ്പെടുകയാണ്. And Elisha became a prophet, and he is appointing kings and prophets, and hallelujah, he will resurrecting them, hallelujah, bodies. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ് മാത്രമാണ്. All his promises of God is yes and amen. ആമേൻ. ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്ന മിടുക്കന്മാരെ നോക്കുകയല്ല ദൈവം ചെയ്യുന്നത്. God is not looking for smart people or strong people. ആമേൻ. സ്ഥാനമാനങ്ങളുള്ളവരെയല്ല ദൈവം നോക്കുന്നത്. God is not looking for high officials or hallelujah, high qualified people. ആമേൻ. ദൈവം തന്നോട് ആഗ്രഹിക്കുന്നത് ദൈവം തന്റെ കൂടെ പാർക്കുവാൻ വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. God is looking for faithful people so he can stay with them and work with them. ആമേൻ. ജെരമ്യാ 5:3 കാണുന്നുണ്ട്, യഹോവയുടെ കണ്ണ് വിശ്വസ്തന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Jeremiah 5:3 says that God's eyes are looking for faithful people. 12-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ദൈവം മനുഷ്യരുടെ ഇടയിൽ വിശ്വസ്തന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Psalms 12:1 says, help Lord for the godly men, says for the faithful, faith from among the children of men. That means God is looking for faithful people. ആമേൻ. ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന് വളരെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. It may be beneficial for you to understand, to learn how many things you have to be faithful. ആമേൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തിൽ നാം വിശ്വസ്തരായിരിക്കണം. To be faithful in our talents which is entrusted to us from God. ആമേൻ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയിൽ നാം വിശ്വസ്തരായിരിക്കണം. We have to be faithful in the ministry which is given by God. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ആരാധനയിലും നാം വിശ്വസ്തരായിരിക്കണം. Must be faithful in our personal prayer and worship. ആമേൻ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. Must be faithful in your family life. ആമേൻ. ഇങ്ങനെയുള്ളവരെ കുറിച്ചാണ് സ്വന്തം ദൈവത്തിന്റെ വചനം പറയുന്നത്. എവിടെയാണോ ശത്രു നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അവിടെ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ അടിസ്ഥാനം ഇട്ട് നിങ്ങളെ ഉറപ്പിക്കുമെന്ന്. For those kind of people who are faithful in the presence of the Lord, God says, whichever spot the enemy want to destroy you, that's the spot God is going to exalt you. ആമേൻ. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. God prepares a table before us in the presence of our enemies. ദൈവത്തിന്റെ കൂടാരത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കും. And he will hide us in his pavilion. ആമേൻ. ദൈവം അനുവദിക്കാതെ ദുഷ്ടന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. The enemy cannot touch you without the permission from God. ആമേൻ. സ്വന്തം ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ പ്രാണനെ അപഹരിക്കാൻ ഒരു വൈറസിനെ സാധിക്കില്ല. No virus can kill you, hallelujah, without the permission from God. ആമേൻ. ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ നേരിടുവാനുള്ള കൃപ നമുക്ക് ദൈവം തരും. And God will give us extra grace, hallelujah, to oppose or to survive through the problems. ആമേൻ. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് തോന്നിയാൽ നിത്യതയുടെ പ്രത്യാശയുള്ളവർക്ക് ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. You don't have to be afraid or burdened by thinking about all this stuff when you have the hope of eternal glory. ആമേൻ. ദുഷ്ടന്റെ കൈകളാപ്പെടാതവണ്ണം അനർത്ഥം വ്യസനകരമായി തീരാതവണ്ണം ദൈവത്തിന്റെ ചുവടിൽ അവൻ നമ്മെ കാക്കുന്നവനാണ്. God will hide us under his wings, hallelujah, that the evil will not befall unto us and it will not affect us. ആമേൻ. ഈ വലിയ പ്രത്യേക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ കൂടെ ശക്തിപ്പെടുവാനും ദൈവം നമുക്ക് തന്ന അവസരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Let us praise God for this opportunity to praise God, hallelujah, even in the midst of all these uncertainties. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ ഉറപ്പിക്കും. Our God is faithful and he will establish us till the end. ആമേൻ. അവൻ നമ്മെ ഉറപ്പിക്കും. അവൻ ദുഷ്ടന്റെ കയ്യിലാപ്പെടാതെ നമ്മളെ കാത്തുകൊള്ളും. He will establish us till the end and he will protect us keep us from all evil. ആമേൻ. സ്വന്തം ആമേൻ. ഒരു ഹിസ്റ്റോറിക്കൽ പരടിയായി തീർന്നു തോമസ് ആൽവ എഡിസനെ പറ്റി. I heard a story about Thomas Edison. അദ്ദേഹം ലൈറ്റിന്റെ അകത്തുള്ള ടാങ്ക്സൺ ഫിലമെന്റ് ഒക്കെയും അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. He is the one who discovered the filament in the light bulb. ആവി എഞ്ചിനൊക്കെയും കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. And he is the one discovered the steam engine. എന്നാൽ ഈ തിരക്കേറിയ തന്റെ കണ്ടുപിടുത്തങ്ങളുടെ ഇടയിൽ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. But this Thomas Edison, he found time, and even though his life was so busy and even in the midst of all this busy schedule, he decided some time for God. ഒരിക്കൽ യുക്തിവാദിയായ ഒരു പ്രൊഫസർ തന്റെ ലാബിലേക്ക് കടന്നു വരാണ്ടായിരുന്നു. One day a professor came to his lab. അദ്ദേഹം യുക്തിവാദിയായിരുന്നു. And he was an arguing man. ആമേൻ. എഡിസൺ എന്തോ ജോലി തിരക്കിലായിരുന്നു. Thomas Edison was busy with something else. ആമേൻ. യുക്തിവാദി പല കാര്യങ്ങൾ എഡിസണോട് പറയാൻ ഇടയായി തീർന്നു. This guy who was arguing for everything,
he spoke to Edison. എഡിസണോട് പറഞ്ഞു താൻ എത്ര ബുദ്ധികെട്ടവനാണോ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തുമെന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. He spoke to Edison, what kind of fool are you? Hallelujah. Who can agree that a person who died he will come back to life? അവന്റെ ബുദ്ധിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞാൽ ആ ബോഡി ചീഞ്ഞഴിയുമെന്നാണ് കാണുന്നത്. He said, according to the the things, the teachings that within 28 days, body of a dead man will be decayed. 7 വർഷം കഴിയുമ്പോൾ സ്വതന്ത്രം അവന്റെ അസ്ഥികളെല്ലാം പൊടിഞ്ഞ് ഭൂമിയിൽ ചേരുമെന്നാണ് After പറഞ്ഞത്. 7 years, the bones will be crushed and joined with the earth. പിന്നെ എങ്ങനെ ഉയർത്തും എന്ന് എഡിസണോട് ചോദിച്ചു. Then the guy asked Edison, so how can he say that this body will be resurrected? പല കാര്യങ്ങളും പ്രൊഫസറോട് പറഞ്ഞിട്ട് അവന് മനസ്സിലാക്കിയില്ല. Even though Edison spoke a lot of things to the professor don't have the understanding to understand it. എഡിസൺ സ്വതന്ത്രം ലാബിനകത്ത് പോയി കുറച്ച് ഇരുമ്പ് പൊടികൾ കളക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ടു കൊടുത്തു. And Edison collected some dust, iron dust, and gave to this man. അത് പുറത്തേക്ക് കളഞ്ഞേക്കാൻ അവനോട് പറഞ്ഞു. He told the man that you can throw it outside. സ്വതന്ത്രം അവിടെ പ്രൊഫസർ അത് ചെടിയുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. And the professor threw the iron dust among the plants. എഡിസൺ പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ആ പൊടി എനിക്ക് ആവശ്യമുള്ളതായിരുന്നു. And Edison said, oh, why did you, that's an accident that happened to me, why did you throw that iron dust? അത് തിരിച്ചെടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. Go and take those dust back. പ്രൊഫസർ പറഞ്ഞു അത് ഒരു കാരണവശാലും തിരികെ ലഭിക്കുകയില്ല. And the professor, how can I bring it back? I can never bring those dust back. അത് മണ്ണിൽ വീണതുകൊണ്ട് കാണാൻ പോലും കഴിയുകയില്ല. Because it's fallen on the ground, I will never be able to see it. പിന്നെ എങ്ങനെ കളക്ട് ചെയ്യും? So how can I go and collect it? എഡിസൺ തന്റെ ലാബിൽ പോയി ഒരു മാഗ്നറ്റ് എടുത്തുകൊണ്ട് വന്നു. ആ ഇരുമ്പ് സ്വതന്ത്രം അതിന്റെ മണ്ണ് ആ മാഗ്നറ്റ് ആ ഇരുമ്പ് പൊടി ഇട്ട സ്ഥലത്തേക്ക് കൂടി ചലിപ്പിച്ചു. ആ മാഗ്നറ്റിൽ പൊടികളെല്ലാം പറ്റിപ്പിടിക്കാൻ ഇടയായിരുന്നു. Edison went to his office and brought a magnet piece and he waved it over that iron piece, the iron dust, and he could see all those iron and dust. It was attracted by the magnet and it stuck to the magnet. എഡിസൺ സ്വതന്ത്രം പ്രൊഫസറോട് പറഞ്ഞു, നിനക്ക് പറ്റിയില്ലെങ്കിലും മാഗ്നറ്റുകൾക്ക് സ്വതന്ത്രം കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. Edison spoke to the professor, even though you were unable to collect those dust, this magnet was able to collect the dust from the ground. അതുപോലെയാണ് യേശു ക്രിസ്തു വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെയാണ് ആ കർത്താവുമായുള്ള ബന്ധത്തിലുള്ളവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കാൻ ഇടയായിത്തീരും. This is how he proved that this is like the iron dust was attracted by the magnet. Same way, the one who died in Christ, remember when the trumpet sound at the last day, when Jesus come on the sky, remember singing, all the people who died in Christ, they're going to be resurrected and joined with Christ. എന്നാൽ മാനുഷികബുദ്ധികൾ കൊണ്ട് ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും. Nobody can understand these things by the human wisdom. 1 തെസ്സലോനിയർ 4:16 വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് നാം വായിക്കുന്നു. 1 Thessalonians 4:16 says, for the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. Then we which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and so shall we ever be with the Lord. Therefore comfort one another with these words. നമ്മുടെ ആയുസ് അതിവേഗം കടന്നു പോകും. Our lifetime is running away so quickly. കർത്താവിന്റെ വരവേറ്റവും വാതിൽക്കലായിരിക്കുന്നു. Oh, Jesus is at the door for his second coming. ആഗോളവ്യാപകമായി സ്വതന്ത്രം പലതും പിടിച്ച മഹാമാരിയുടെ കെണിയിൽ മനുഷ്യൻ ഭയപ്പെട്ട് കഴിയുകയാണ്. The man in the world is so afraid of this COVID virus because it has been attacking everybody in the world. ക്രൈസ്തവ ചരിത്രത്തിൽ 2000 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഒരു ദേവാലയം ഇതുപോലെ അടച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. In the Christianity history, in the 2000 years history, is never the churches were closed like this. ചില്ലയിലും ഫ്രാൻസിലും പാകിസ്ഥാനിലും ബ്രസീലിലും ഒക്കെ ദൈവജൻ റോഡിന്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാനിടയാകും. Many countries of people are standing by the roadside and praying to God. ദേവാലയങ്ങൾക്ക് അവർ പോകാൻ കഴിയുന്നില്ല. Because they had no permission to go to their churches. ദൈവത്തിന്റെ പ്രവചനങ്ങൾ വചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ വചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. All the promises in the Bible is going to be fulfilled
ആമേ അപ്പത്തിനായുള്ള വിശപ്പല്ല, ഹല്ലേലൂയ, ആമേ വെള്ളത്തിനായുള്ള ദാഹമല്ല. യഹോവയുടെ വചനം കേൾക്കുവാനുള്ള ദാഹവും വിശപ്പും ദേശത്ത് അയക്കുമെന്നുള്ള വചനങ്ങളെ നിവർത്തി ഇന്ന് ലോകത്തിൽ നടക്കുകയാണ്. It's not the hunger for the bread or the thirst for the water, but the people have a hunger. They are hungry for the word of God, and we can see it all over the world. ഹല്ലേലൂയ, എല്ലാറ്റിന്റെ അവസാനം വന്നിരിക്കുന്നു. And the end of everything has come. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ഒരുവൻ ഹല്ലേലൂയ ചോദിച്ചു, ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് ഹല്ലേലൂയ ചോദിച്ചു. Once Jesus Christ was in the world, the hallelujah disciples asked Jesus, hallelujah, Master, tell us what is the signs and wonders, hallelujah, the signs which we have to look for between the hallelujah coming of Jesus Christ and the ending. ആമേൻ, ഹല്ലേലൂയ. ജാതി ജാതിയോടും രാജ്യത്തോടും എതിർക്കും, വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, വലിയ പകർച്ചവ്യാധി ഉണ്ടാകും. There will be famines and earthquakes and pestilence, and there will be rumors of wars, and people fight each other, and there will be big calamities happening in the world. ആമേൻ, ലോകത്തിന്റെ ശാസ്ത്രജ്ഞ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ഹല്ലേലൂയ ഒന്നിനും ദൈവത്തിന്റെ പ്ലാനെ തടയാൻ കഴിയില്ല. Man's inventories, hallelujah, can change the plan of God. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ 8:31-32 പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിച്ച ആമേൻ യഹൂദന്മാരോട് യേശു പറയുകയാണ്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. In John's Gospel chapter 8:31 and 32 it says, if you know the truth, then the truth will set you free. ആമേൻ. മത്തായി 13:55 കാണുന്നുണ്ട്, പരീശന്മാരനായ ശാസ്ത്രിമാരും പുരോഹിതന്മാരൊക്കെയും ഹല്ലേലൂയ യേശു ആശ്രയക്കാരനാണെന്നും ആശ്രയത്തുകാരനാണെന്നും അച്ഛന്റെ മകനാണെന്നും അവന്റെ സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ള ഹല്ലേലൂയ ആമേൻ ഇല്ലയോ എന്നൊക്കെയും പറഞ്ഞ് യേശുവിനെ തനതാഴ്ത്തുന്ന നമ്മൾ കാണാൻ കഴിയും. Matthew 13:55 we can see, hallelujah, all the chief priests and Pharisees, hallelujah, they are putting down Jesus Christ by saying he is the son of the carpenter, hallelujah, and we know his brothers and sisters are here. അവരുടെ ആത്മീയാന്തതയിൽ ഹല്ലേലൂയ അവർ യേശുവിനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ബാഹ്യമായ നിലയിൽ വിലയിരുത്തുകയാണ്. And of Jesus Christ, they were evaluating Jesus by the outward appearance and the family he is born. ആമേൻ. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളും പ്രസംഗങ്ങളും അല്ല ഹല്ലേലൂയ ഞാൻ ദൈവത്തിനാണെന്ന് ലോകത്തിന്റെ വെളിച്ചമാണെന്നുള്ള യഥാർത്ഥം പറഞ്ഞിട്ടും ഹല്ലേലൂയ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. We can see it in hallelujah society. They could not understand the teachings of Jesus Christ, even though hallelujah he was preaching among them, and even though he is doing wonders and miracles among them, they were not able to understand Jesus. ആമേൻ. അതിന്റെ നടുവിലാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് നമ്മൾ യോഹന്നാൻ 8:31-32 വായിച്ച വാക്യങ്ങള്. In the midst of all these things Jesus was teaching the disciples, that's what we read in John chapter 31 and 32, that you will know the truth, and if you abide in the truth will set you free. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ യേശുവിനെ ദൈവത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. Jesus said, if you continue in my word, then you my disciples indeed. So for you to be qualified to be my disciples, you have to continue in the word. നമ്മുടെ ഈ ലോകത്തുള്ള നിലനിൽപ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹല്ലേലൂയ നിലനിൽപ്പ് ശരിയാകുള്ളൂ. We can only stand and survive in this world as long as you are hallelujah standing, continue in the word of God. അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നല്ലതാണ്, അത് ഉപദേശമാക്കരുത്. നമുക്കുള്ളത് ഉപദേശം ദൈവത്തിന്റെ വചനം മാത്രമാണ്. Our doctrine is only from the word of God, but there may be people with the great testimonies, but you cannot make it as a doctrine for your life. ആമേൻ. അത്ഭുതം ഒരിക്കലും മനുഷ്യരെ രക്ഷിക്കുകയില്ല. The miracles and wonders will never save a person. ആമേൻ. അത്ഭുതങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവത്തിലേക്ക് നടത്തിയെന്ന് വരാം. And it may guide you to the Lord who gave you miracles. ആമേൻ. ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. The word of God has the same power as God. ആമേൻ. ഈ വചനമാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്നത്. The word of God will make us overcomers, and we are able to overpower any situation. ആമേൻ. ഹല്ലേലൂയ. മത്തായി 7:24-27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Matthew chapter 7:24-27. Therefore, whosoever heareth these sayings of mine and does them, I will liken him unto a wise man which built the house upon a rock. And the rain descended, and the floods came, and the winds blew, and beat upon that house, and it fell not, for it was founded upon a rock. And everyone that heareth these sayings of mine and does them not shall be like unto a foolish man which built his house upon the sand. And the rain descended, and the floods came, and
and the winds blew and beat upon that house, and it fell, and the gate was the fall. ആമേൻ. യേശുക്രിസ്തു ഭൂമിയായി ഹല്ലേലൂയ പറയുകയാണ്, എന്റെ വചനങ്ങളെ കേട്ടിരുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. Jesus says a person is wise and is like a hallelujah person who built his house, dig deeper on the rock and built his house. Hallelujah. If you, as long as you listen to my word and obey my commandments. ആമേൻ. വൻമഴ പെയ്തിട്ടും നദികൾ പൊങ്ങിയിട്ടും വീടിന് ശക്തിയായി കാറ്റടിച്ചിട്ട് തകർന്നു പോകാൻ നിലനിന്ന് ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ടായിരുന്നു. The rain descended and the floods came and the winds blew and beat upon the house and it fell not, for it was founded upon a rock. ആമേൻ. ലോകത്തിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. ഇനിയും ഇതിലും വലിയ പ്രശ്നങ്ങൾ ആമേൻ ഉണ്ടായി വർദ്ധിച്ചു വരാം. When you look around, there are a lot of problems faced by the world, and it may increase the intensity of the problems. ആമേൻ. ഇതിനെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. In the midst of all these problems, if you trust in the Lord, you don't have to be afraid of any problems in your life. ലോകചരിത്രത്തിൽ ഉണ്ടായ ശക്തമായ ഉണർവുകളും അതിനായി ദൈവം ശക്തരായി ഉപയോഗിച്ച ശക്തന്മാരാ ദൈവാസന്മാരും ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. Hallelujah. In England there was a lot of men of God, and God was using a lot of people as a mighty way in England. ഹല്ലേലൂയ. ആമേൻ. അനേക രാജ്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ മിഷണറിമാരെ അയച്ച് സുവിശേഷം അറിയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. England was sending a lot of missionaries to all over the world. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ത്യയിലും ഹല്ലേലൂയ മിഷണറിമാർ വന്നുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽപ്പാൻ തക്കണം ദൈവം ഞങ്ങൾക്ക് ഇവിടെ ആക്കി തീർന്നു. God gave us the chance to stand before God. It's only because a lot of missionaries came to India and they spread the gospel to us. ആമേൻ. 1903 ദൈവശക്തമായി ഉപയോഗിച്ച കർത്തദാസനാണ് ഈവൻ റോബർട്ട് എന്ന ഹല്ലേലൂയ ദൈവദാസന്. There was a mighty man of God used by God. His name was even Robert in 1903. ആ വെയിൽസിലുണ്ടായ ഉണർവ് ചരിത്രം പറയുന്നത് പള്ളിയുടെ മറ്റും പള്ളികളിലും മറ്റും ഷിഫ്റ്റായി വെച്ച് ആരാധന കൊണ്ട് സ്വന്തം നടന്ന ജനം കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായത്. There was a great revival happened in Wales in 1903, and at that time they were conducting services and worship services, and shift after shift, and people were coming to church, and the churches were overflowing with believers. ആമേൻ. 10,000 രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനതുപോലെ ഉണർവുപോലെ അയച്ചു. Thousands of people came to know Jesus because of the revival. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ലോകം അറിയുന്ന ഹല്ലേലൂയ സ്തോത്രം ഉന്നതന്മാരായ ദേവാസന്മാർ മിഷണറിമാർ ജീവിച്ചിരുന്ന രാജ്യമായിരുന്നു ഇംഗ്ലണ്ട്. England was the place, hallelujah, which was hosting all kind of hallelujah people who were great missionaries and great people of God at that time. ഹല്ലേലൂയ. ചില പേരുകളൊക്കെ ഞാനിവിടെ പറയാം. ജോൺ വെസ്ലി, ജോർജ് മുള്ളർ, ചാൾസ് വെസ്ലി, John Wesley, Charles Muller, and Charles Wesley, all are from England. ആമേൻ. വേറെയുണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ, from England. വില്യം ബൂത്ത്, ചാൾസ് സ്പർജൻ, വില്യം കേറി, ജോർജ് വിറ്റ്ഫീൽഡ്, George Wilfield, they all were in England. ആമേൻ. ഇവരെല്ലാം ദൈവം കാലഘട്ടങ്ങളിലായി ശക്തമായി ഉപയോഗിച്ച ദൈവദാസന്മാരാണ്. Those are the hallelujah men of God. They were used mightily in the hand of the Lord in their lifetime. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ വളരെ ദുഃഖകരത്തിലാണ്. But once you look at England, it is very sad to say. ഹല്ലേലൂയ. സ്വതന്ത്രം വലിയ ഉണർവുകൾ നടന്ന ആ ചർച്ചുകള് ഇന്ന് മുസ്ലിം മോസ്കുകളും ഹിന്ദു ടെമ്പിളുകളായി All മാറിയിരിക്കുകയാണ്. the churches which were conducting big revival meetings for gospel meetings, now those churches were changed to mosque for Muslims. ആമേൻ. പകുതിയിലധികം ചർച്ചുകൾ 420 ചർച്ചുകൾ അവിടെ വിഗ്രഹാലയ മാറിയിരിക്കുകയാണ്. All 20 churches in England, they became places of idol worship. പിന്നെ സ്വതന്ത്രം പറയുന്നത് ബാക്കിയുള്ള ചർച്ചുകൾ ഫോർ സെയിൽ ബോർഡ് വെച്ച് സ്വതന്ത്രം ഇട്ടിരിക്കുകയാണ്. And all of the churches are there for sale, and they put a for sale board. ആമേൻ. സ്വതന്ത്രം എന്താണ് സംഭവിച്ചത്? What happened in England? അവൻ ഉണർവിന് ശേഷം ഒരു പുതിയ തലമുറ ദൈവവചനത്തിൽ നിലനിൽക്കാതെ പോയത് തകർച്ചയാണ് ഇതിന് കാരണം. The reason that they did not stand in the word of God after a revival. സ്വതന്ത്രം. യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന പരാജയം ഇതാണിത്. That is the failure which happened in the European countries and the Western countries. പെട്ടകത്തിന് സ്വതന്ത്രം അടുത്തോട് ചേർന്ന് നടക്കുന്ന മുൻപിൽ നോക്കിക്കൊണ്ടല്ല, പെട്ടകത്തിൽ നോക്കിക്കൊണ്ട് വേണം ദൈവജന യാത്ര ചെയ്യേണ്ടത്. You have to look at the ark, and you have to go forward, not the people.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിലനിൽക്കാതെ പോയാൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒരു മുന്നറിയിപ്പായി ദൈവം നമുക്ക് ഇത് നൽകുന്നത്. It is a warning. God is speaking to us. Hallelujah. If you don't steadfastly look upon Jesus Christ. ആമേൻ. ആകയാൽ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ ഹല്ലേലൂയ ദൈവവചനങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. So let us surrender our life to hallelujah. Stand steadfastly in the word of God. ഹല്ലേലൂയ. കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി ഹല്ലേലൂയ ദൈവത്തെ നമുക്ക് അനുഗമിക്കാം. Let us follow Jesus Christ as a real disciples of Jesus ആമേൻ. Christ. ഓടി അധ്വാനിച്ചതൊന്നും വെറുതെ ആയിരിക്കേണ്ടതിന് ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിൽ നമുക്ക് നിലനിൽക്കാം. Yeah, just stand in the word of God steadfastly, so it will not be in vain what you run and done for God. ആമേൻ. ഹല്ലേലൂയ. യാക്കോബ് 3:5 ഹല്ലേലൂയ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. James chapter 3 verse 5 and 6. Even so, the tongue is a little member and boasteth great things. Behold, how great a matter little fire kindled. And the tongue is a fire, a world of iniquity. So is the tongue among our members, that it defileth the whole body and setteth on fire the course of nature, and it is set on fire. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അന്ത്യകാലത്ത് ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യർക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ ഇന്ന് സജീവ സഭയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. If you look around at the churches, we can see hallelujah, what kind of perverted lifestyle people have hallelujah, in their times. ഹല്ലേലൂയ. കുറഞ്ഞ തീ വളരെ കാട് കത്തിക്കുന്നു. A small fire, hallelujah, it casteth them hallelujah, not forest. ആമേൻ. ഹല്ലേലൂയ. നാവ് വളരെ ചെറിയവെങ്കിലും വളരെ വമ്പ് പറയുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. James chapter 3 verse 5 says, even though the tongue is a little member and boasteth great things, behold how great a matter a little fire kindleth. ആമേൻ. ഹല്ലേലൂയ. റോമിലെ നിയമം അനുസരിച്ച് ഒരു റോം പടയാളിക്ക് ആയുധധാരികളായ ഒരു സൈന്യത്തെ റോമിലേക്ക് നയിക്കാൻ കഴിയില്ലായിരുന്നു. A Roman soldier cannot hallelujah, send an army to Rome. എന്നാൽ BC 49 ഹല്ലേലൂയ ജൂലിയസ് സീസർ തന്റെ സൈന്യത്തെ റൂബിക്കൻ നദി കടത്തി ഹല്ലേലൂയ. സ്തോത്രം. റോമിൽ പ്രവേശിക്കാൻ ഇടയായി തീർന്നു. In BC 49, Julius Caesar he sent an army to Rome. ഹല്ലേലൂയ. അത് രാജ്യദ്രോഹ കുറ്റമായി തീർന്നു. That was a crime against the nation. ആമേൻ. സീസറിന്റെ തീരുമാനം വലിയ ആഘാതം ഏൽപ്പിക്കാൻ ഇടയായി തീർന്നു. That decision of the Caesar made a great injury, damage to the city Roman. ആമേൻ. ഹല്ലേലൂയ. അവിടെ നടന്ന വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ അത് കലാശിച്ചു. Hallelujah. There was a big war happened which lasted for years. ആമേൻ. ഇന്ന് റോമൻസ് റൂബിക്കോൺ കിടക്കുന്ന പ്രയോഗം ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഉപയോഗിക്കുന്നുണ്ട്. They are still using the terminology that Romans are passing Rubicon. ഉത്തരമായി പ്രയോഗം ഹല്ലേലൂയ. മടങ്ങി വരാൻ ഒരിക്കലും പറ്റുകയില്ല എന്ന പ്രയോഗമാണ് അവിടെ ഉപയോഗിക്കുന്നത്. That means that they cannot come back. They will never come back. ആമേൻ. ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിരിക്കാം. And sometimes whatever you say, the words can hurt other people. ഹല്ലേലൂയ. ആ വാക്കുകളൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. Whatever you said once, you cannot take it back. ഹല്ലേലൂയ. നമ്മളോട് സ്നേഹമില്ലാതെ പെരുമാറുന്നവരുണ്ടായിരിക്കാം. അവരോട് നല്ല സമാധാന വാക്കുകൾക്ക് നമ്മൾ പറയുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലത്. There may be people dealing with you with no love, but hallelujah, we have to speak to them in love. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരേ പോലെ പെരുമാറി കഴിഞ്ഞാൽ സീസറിന്റെ റോമിലേക്കുള്ള പടയോട്ടം പോലെ തീരാനാവാത്ത കോട്ടകൾ സൃഷ്ടിക്കാനിടയായി തീരും. We cannot imitate their lifestyle, then we will act like Caesar. That means they will never come back. ആമേൻ. ഹല്ലേലൂയ. നാവും ഒരു തീ തന്നെ അത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുമെന്നതാണ് ഹല്ലേലൂയ യാക്കോബിന്റെ വാക്കുകൾ ഹല്ലേലൂയ. സ്തോത്രം. വചനത്തിൽ കൂടി നമ്മൾ വായിച്ചത്. In James chapter 3 verse 6 says, the tongue is a fire, a world of iniquity, so is the tongue among our members, that it defileth the whole body and setteth on fire the course of nature, and it is set on fire of hell. ആമേൻ. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഹല്ലേലൂയ കൃപയോടുകൂടി രുചി വരുത്തുന്നതായിരിക്കണമെന്നാണ് ഹല്ലേലൂയ. ആമേൻ. പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. The words of hallelujah, Paul says our words should be salted and used with grace. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും പൗലോസ് 2 തിമോത്തി ഹല്ലേലൂയ 3:1-5 ഹല്ലേലൂയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 Timothy 3 verse 1-5. This know also that in the last days perilous times shall come, for men shall be lovers of their own selves, covetous, boasters, proud, blasphemers, disobedient to parents, unthankful, unholy, without natural affection, truth breakers, false accusers, incontinent, fierce, despisers of those that are good, traitors, heady, high-minded, lovers of pleasures more than lovers of God, having a form of godliness, but denying the power thereof. From such
അന്ത്യകാലത്തുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. We can see the perverted lifestyle of human being. Hallelujah, 10 times. എവിടെ നോക്കിയാലും അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. Generation they will never obey the parents. ഒരു നന്ദിയില്ലാത്തവരായിട്ട് അവർ They are unthankful. അവർ അശുദ്ധ ഏത് ദുഷ്പ്രവർത്തി ചെയ്യാനും ഒരു മടിയില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. They are unholy and they are willing to do any kind of wrong things. വാത്സല്യമില്ലാത്തൊരു ഇണങ്ങാത്തവരുമായി മാറിയിരിക്കുകയാണ്. They are natural affection and truth breakers. ഇതൊന്നും ദൈവമക്കളുടെ ജീവിതത്തിലോ ദൈവസഭയിലോ ഉണ്ടാകുവാൻ പാടില്ല. This is should not happen among the children of God or in the churches. മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് സ്വതന്ത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This is not a warning, but it is our responsibility also. അന്ത്യകാലത്ത് മനുഷ്യർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ 18 ലിസ്റ്റ് പൗലോസ് പറയുന്നുണ്ട്. സ്വതന്ത്രം താഴോട്ട് പറയുന്നത് there are 18 list of 18 sins which can happen to a person living in the end times. ഞാൻ വിചാരിക്കണ ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ ലിസ്റ്റ് അവസാനിക്കുന്നില്ല. I was saying myself that there are more to be added to the list. അതനുസരിച്ച് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. We need to change our life and lifestyle according to the word of God. ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നവരിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. Paul says you have to stay away from all these people who are in this list. മനുഷ്യർ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്ന വലിയൊരു പ്രത്യേക സ്വസ്നേഹികളായി തീർന്നിരിക്കുകയാണ്. We can see the end times of people become lovers of themselves. അവർ ധനമോഹികളായി തീരുന്നു. They are covetous. അവിടെ സ്വതന്ത്രം പറയുന്നത് ലവ് ഓഫ് സെൽഫ് ആൻഡ് ലവ് ഓഫ് സിൽവർ എന്നാണ് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And it is written using the term love of self and love of silver. അന്നത്തെ സമയത്ത് അവിടെ സ്വതന്ത്രം ഉപയോഗിച്ചിരുന്ന വെള്ളി നാണയങ്ങളായിരുന്നു. At that time they were using golden and silver coins. ഉള്ളത് കൊണ്ട് ഓരോ പുസ്തകം പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. Be content with what you have. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കർത്താവ് നമുക്ക് തരും. Jesus Christ will give you what you are in need of. നമ്മൾ ദുർമോഹികളായി തീർന്നാൽ സ്വർഗ്ഗരാജ്യവാസമാക്കുവാൻ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ അവർക്കെല്ലാം ലഭിച്ചിരിക്കും. If you are covetous, you will not enter in the kingdom of God. So that's why they get everything while they are living on this planet. അതുകൊണ്ട് നമ്മുടെ കണ്ണും ഹൃദയം മോദിക്കുന്നതനുസരിച്ച് പോകാൻ നിത്യയുടെ സ്വത്രം നിത്യ നഷ്ടപ്പെടും എന്നുള്ളതിന് സംശയമില്ല. So if you are a covetous person for things which you were pleased by your eyes, then you know one day that you will lose eternity. 1 തിമോത്തി 6:8-12 വരെ വായിക്കാം. 1 Timothy chapter 6 verse 8 to 12. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ നിത്യ നഷ്ടപ്പെടും എന്നുള്ളതിന് സംശയമില്ല. There is no doubt that a person who wants to become rich, he will lose his eternity. നാശത്തിൽ ചെന്ന് അവസാനിക്കുകയുള്ളൂ. He will end up in destruction. 1 തിമോത്തി 6:8-12 വായിക്കാം. Let us be there with the content, but they that will be rich fall into temptation and a snare, and into many foolish and hurtful lusts, which drown men in destruction and perdition. For the love of money is the root of all evil, which while some coveted, after they have erred from the faith and pierced themselves through with many sorrows. അതിൽ നിന്ന് ഓടിയവൻ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. And the person cannot run away from covetousness. ദുർമോഹിയായി തീർന്നാൽ അവനും അവസാനിച്ചെന്ന് ചേരുന്ന നാശത്തിലായിരിക്കും. And if you are a covetous person, you will end up in the eternal fire. അതുകൊണ്ട് ദ്രവ്യാഗ്രഹവും ധനമോഹവും എല്ലാം പാപത്തെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പാപമാണ്. That's why we have to be very careful about the greedy and covetous and love of the money. Have to stay away from those things. പൗലോസ് പറയുന്നുണ്ട്, അനേകർ തന്റെ കൂടെ നടന്നു, എന്നാൽ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പറയുന്നുണ്ട്. And Paul is writing about Demas. Hallelujah. He was following him for a while. Then he left Paul and he went to the world. Second Timothy 4:10 നാം വായിക്കുന്നുണ്ട്. 2 Timothy chapter 4 verse 10. ദൈവസ്നേഹവും ലോകസ്നേഹവും രണ്ടും വിവിധ തലത്തിൽ നിൽക്കുന്നു. There are different, the love of God and love of person will be different sides of the balance. നിങ്ങൾ എത്രത്തോളം ലോകത്തെ സ്നേഹിക്കുന്നു അത്രത്തോളം ദൈവത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോവുകയാണ്. How much you love the world, you are running away from God. 1 തിമോത്തി 6:10 പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീ ദ്രവ്യാഗ്രഹവും ലോകസ്നേഹവും വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹ, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക, നല്ലവർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 Timothy chapter
chapter 6 verse 11 says, but thou, O man of God, flee these things and follow after righteousness, godliness, faith, love, patience, meekness, and fight the good fight of faith, lay hold on eternal life, whereunto thou art also called, and hast professed a good profession before many witnesses. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. That's why God called us for. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതല്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം. Christian life is not selfish. It's not just loving ourselves. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്വയത്തെ ക്രൂശിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയൻ. A real hallelujah spiritual person, they crucify their own self nature. ആമേൻ. Love, hallelujah, of self. അല്ല, love, ആമേൻ, denying yourself എന്നാണ് ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ഹല്ലേലൂയ യഥാർത്ഥ ഒരു ആത്മീയന്റെ സ്വഭാവം. Hallelujah. Real character of a spiritual man is not just the loving or selfish or hallelujah, they will love others. ആമേൻ. denying yourself, ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ, സ്വയം ഹല്ലേലൂയ സ്തോത്രം സ്നേഹം വമ്പു പറയുന്ന ഹല്ലേലൂയ അവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. So you have to put to death hallelujah the members of this world. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ പറയുന്നുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വമ്പു പറയുന്നവരെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. The person, people who are proud, they talk about vanity. Hallelujah, those kind of people, they're in Old Testament, New Testament, you can see. ആമേൻ. അതിൽ പ്രധാനമാണ് ലാമക്ക്. Hallelujah, there's one person like that is Lamech. ഹല്ലേലൂയ. വാക്കുകളുടെ പെരുപ്പത്തിൽ പാപമുണ്ടെന്ന് വചനം പറയുന്നു. There is sin in the abundance of words. ആമേൻ. മനുഷ്യൻ പറയുന്ന ഏത് സാരവാക്കിനും ന്യായവിധിയുടെ മുമ്പിൽ ഹല്ലേലൂയ കണക്ക് കൊടുക്കേണ്ടി വരും. We have to give account of every vain words which is spoken. Hallelujah, in the presence of God. ആമേൻ. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് വാക്കുകൾ കൂടി വെളിയിൽ വീഴുന്നത്. Whatever out of the abundance of the heart mouth speaks. ആമേൻ. ഹൃദയം നിറഞ്ഞു കഴിയുന്നല്ലോ വായി സംസാരിക്കുന്നത്. Out of the abundance of the heart mouth speaks. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കണം. So we must be careful about the words, using of words. ആമേൻ. മറ്റുള്ളവരെ നാം സ്നേഹിക്കാൻ പഠിക്കണം. We have to learn how to love other people. ആമേൻ. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ തക്കണ ശിഷ്യന്മാരുടെ നാവ് നമുക്കുണ്ടായിരിക്കണം. You have to have hallelujah tongue of the Lord to uplift the people who are downcasted. ആമേൻ. ഒരു ഡിസിപ്ലിൻ tongue നമുക്ക് ആവശ്യമാണ്. We need a tongue which is disciplined by God. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ബോസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ഹല്ലേലൂയ നാമെ നയിക്കുന്ന ബാബേൽ ഗോപുരം പണിയുമ്പോഴും ഹല്ലേലൂയ അവർ പറയുന്നു നമ്മൾ ചിന്തി പോകാതിരിക്കേണ്ട ആകാശം എത്തുന്ന ഒരു ഗോപുരം പണിയാമെന്നാണ് പറയുന്നത്. Yes, and they said in the Babel tower, they said while they were making it, I said, we're going to make a tower reaching up to heaven. And that's how a person who is boastful and proud, he talks like that. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് അവർ പറഞ്ഞ വേർഡ് തന്നെ ഉപയോഗിച്ച് അവരെ ചിതറിച്ച് കളഞ്ഞത്. That's why whatever they said, God repeated the same verse, let us make a tower reaching up to heaven. And God came down, used the same word, and God destroyed them and scattered them all over the world. ആമേൻ. റെവലേഷൻ 18:2-3 വായിക്കാം. Book of Revelation chapter 18 verse 2 and 3. And he cried mightily with a strong voice, saying, Babylon the great is fallen, and is become the habitation of devils, and the hold of every foul spirit, and a cage of every unclean and hateful bird. For all nations are drunk of the wine of the wrath of her fornication, and the kings of the earth have committed fornication with her, and the merchants of the earth are waxed rich through the abundance of her delicacies. ഹല്ലേലൂയ. വളരെ ബോസ്ഫുള്ളായ ഹല്ലേലൂയ ഒരു രാജ്യമായിരുന്നു ഹല്ലേലൂയ മഹദിയ ബാബിലോൺ. You know, the Babylon the Great that kingdom was a boastful kingdom. ആമേൻ. ദൈവം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. അവിടുന്ന് ആ ദൂതന്റെ ഹല്ലേലൂയ തേജസ്സിനാൽ ഹല്ലേലൂയ ഭൂമി പ്രകാശിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Yes, hallelujah. Angel came down from heaven, and because of them, hallelujah, because of the glory, the whole world was shining. ആമേൻ. അപ്പോൾ അശുദ്ധിയുടെ ഉറവിടമായിരുന്ന മഹദിയ ബാബിലോൺ വീഴുപോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. At that time, hallelujah, all the source of all the evil spirits, that is Babylon the Great, it fallen down. ആമേൻ. ഹല്ലേലൂയ. മഹദിയ ബാബിലോണിന്റെ ഹല്ലേലൂയ അവസ്ഥകള് ദുർഭൂതങ്ങളുടെ പാർപ്പിടമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. And the Babylon the Great, yes, it was the host of, it was the cage of every unclean and hateful word. ആമേൻ. എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. It's the hold of every foul spirit. ആമേൻ. അശുദ്ധിയുള്ള എല്ലാ പക്ഷികളുടെയും പാർപ്പിടമായി ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കാണാൻ മഹദിയ ബാബിലോണിനെ It's കാണുന്നു. the cage of every unclean and hateful bird. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 18:10 നമ്മൾ വായിക്കുന്നുണ്ട് മഹദിയ ബാബിലോൺ ഒരു മണിക്കൂർ കൊണ്ട് ഹല്ലേലൂയ ഇതിന്റെ മേൽ ന്യായവിധി എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഭൂരാജാക്കന്മാർ പ്രയോജനത്തിനിടയായി In തീർന്നു. Revelation 18:10 says, standing apart for the fear of the torment, saying, alas, alas, the great city Babylon, that mighty city, for 1 hour
is thy judgment come. That's against of the earth who have committed fornication and live deliciously with the shall. And bewail her and lament for her when they shall see the smoke of her burning. ആമേൻ. ഫസ്റ്റ് തിമോത്തി ഹല്ലേലൂയ അതിന്റെ 6 17 19 വാക്യങ്ങൾ വായിക്കാം. 1 Timothy 6:17 and 18. 17 to 19. Charge them that are rich in this world, that they be not high-minded, not trust in uncertain riches, but in the living God, who giveth us richly all things to enjoy. That they do good, that they be rich in good works, ready to distribute, willing to communicate, laying up in store for themselves a good foundation against the time to come, that they may lay hold on eternal life. ഇവിടെ പറഞ്ഞിരിക്കുന്ന ധനത്തിന് നിശ്ചയമില്ല, പദവികൾക്ക് നിശ്ചയമില്ല, ആരോഗ്യത്തിന് നിശ്ചയമില്ല. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിൽ പറയാൻ കഴിയും, അവനാണ് എന്റെ ഓഹരി എന്ന്. We have no guarantee about our money, about our health, about our hallelujah strength. Hallelujah, but we can say a person who trusts in the Lord can say, He is my health, He is my future, He is my everything. ആമേൻ. അവനിൽ വിശ്വസിക്കുന്നുണ്ട്, അവനിൽ ആശ്രയിക്കുന്നുണ്ട്, നാം ജീവിക്കുന്നു. We are living because we trust in Him and we believe in Him. ആമേൻ. അവനിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. Put your trust only in the Lord. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15:5 നമ്മൾ യേശുവിന്റെ ആമേൻ ഹല്ലേലൂയ മാർത്തയും ഹല്ലേലൂയ അവരുടെ സഹോദരി ലാസറിനെയും ഹല്ലേലൂയ യേശു അധികം സ്നേഹിച്ചെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. John 11:5. Hallelujah. John's Gospel 11:5 we can say Jesus loved Martha and Mary and Lazarus. ഹല്ലേലൂയ. സ്തോത്രം. വളരെ ദരിദ്ര കുടുംബമായിരുന്നു. That was a poor family. അവരുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയെന്നാണ് ചരിത്രം പറയുന്നത്. The history says that their parents died early. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ നിയമം അനുസരിച്ച് നസ്രായനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഭവനത്തെ കൈക്കൊള്ളുകയോ സ്വീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നവരെ പള്ളിഭക്ഷണരാക്കുമെന്ന് ഹല്ലേലൂയ നിയമം അവിടെ ഹല്ലേലൂയ ഉടനീളം ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിരുന്നു. At that time there was a law in the Jewish community that if you receive Jesus Christ in your family, they will be outcasted from the church. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇതെല്ലാം മറികടന്ന് ഹല്ലേലൂയ ബെഥാനിയിലെ ഭവനം ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കണം ഹല്ലേലൂയ ഇടയായി തീർന്നു. But they hallelujah without listening to the voice of the man, hallelujah, but they were receiving Jesus Christ in their house. ആമേൻ. ഈ മറിയാണ് യേശുവിനെ പരിമള തൈലം കൊണ്ട് യേശുവിന്റെ കാലുകൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പൂശിയതും ഹല്ലേലൂയ തലമുടി കൊണ്ട് ഹല്ലേലൂയ അവന്റെ കാലുകൾ തുടച്ചതും. It was that Mary which anointed the Lord with ointment and wiped his feet with her hair, whose brother Lazarus was sick. ആമേൻ. യേശു സ്നേഹിച്ച ഭവനമെന്ന് ഹല്ലേലൂയ ആമേൻ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. And verse 5 says that Jesus loved Martha and her sister and Lazarus. ആമേൻ. ആ ഭവനത്തിന്റെ ഏക തുണയായിരുന്നു ഹല്ലേലൂയ സ്തോത്രം ലാസർ. Lazarus was the hallelujah one person who is helping the family. ഹല്ലേലൂയ. അവൻ ദീനമായി കിടന്നപ്പോൾ യേശുവിനെ അവർ അറിയിച്ചു. And when Lazarus was sick, and then sent message to Jesus Christ. ആമേൻ. ചെന്നവർ പറഞ്ഞു, കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, കർത്താവേ, നിനക്ക് പ്രിയവനായ ഇവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. They said the one who you love the most, he is sick. ആമേൻ. എന്നാൽ യേശു ഹല്ലേലൂയ അവിടുത്തെ ശുശ്രൂഷ നിർത്തിയില്ല. 2 ദിവസം കൂടി അവിടെ ശുശ്രൂഷിക്കാൻ ഇടയായി And തീർന്നു. Jesus was ministering, hallelujah, at that place where he was sitting, and he wanted to stay there 2 more days. ആമേൻ. ലാസറിനെ ഹല്ലേലൂയ യഹൂദപാരമ്പര്യം അനുസരിച്ച് അവിടെ ഹല്ലേലൂയ ആമേൻ കല്ലറയിൽ അടക്കി. And according to the traditional Jewish people, hallelujah, Lazarus was buried in the tomb. ആമേൻ. 4-ാം ദിവസം യേശു കടന്നു വന്നു. But Jesus Christ came to the tomb 4th day. ആമേൻ. യേശു സ്നേഹിച്ച ഭവനത്തിൽ എന്തുകൊണ്ട് ദുഃഖം കടന്നു വന്നു? How come there is a sadness and sorrow in a family which is loved by God? ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്വന്തം വിഷയങ്ങൾക്ക് ഹല്ലേലൂയ എന്തുകൊണ്ട് മറുപടി ഇല്ല എന്ന് നമ്മൾ ചോദ്യം ഉന്നയിക്കാറുണ്ട്. We may ask God, even though I serve God, how come there is no answer for my prayer? ആമേൻ. ഇതിന്റെ ഉത്തരങ്ങൾ കാര്യങ്ങൾ ഹല്ലേലൂയ സ്വന്തം ദൈവം മാത്രം അറിയുന്നു. And God only knows the answer, hallelujah, for all those questions. ആമേൻ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കുക. Even though, hallelujah, we don't understand, hallelujah, why things are happening like this, but just believe that there is a plan of God behind the situation. ആമേൻ. യേശു വൈകിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഹല്ലേലൂയ താമസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നമ്മളെ മറന്നു എന്നല്ല അതിനർത്ഥം. Hallelujah, so meaning that God is not forsaking you, even though God is delaying your blessing. ആമേൻ. യേശു നമ്മെ സ്നേഹിക്കുന്നു. Jesus loves us. ആമേൻ. യേശു കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. Jesus is walking towards the tomb of Lazarus. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ ഹല്ലേലൂയ ലാസർ എന്നുള്ള ഹല്ലേലൂയ ശബ്ദത്തിന് മുൻപിൽ ആമേൻ നാറ്റം വെച്ച ലാസർ ജീവൻ പ്രാപിക്കാൻ ഇടയായി തീർന്നു. Yes, the hallelujah, the stinking Lazarus, hallelujah, he was revived back into life, hallelujah, according to the voice that like when Jesus said, Lazarus, come forth. ആമേൻ. പുനരുത്ഥാനവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ ശബ്ദം ലാസറിന്റെ നിർജീവ ശരീരത്തെ ജീവിപ്പിക്കാൻ ഇടയായി തീർന്നു. Jesus being the life and resurrection, the voice which is coming out of Jesus Christ, hallelujah,
that voice made revived Lazarus, brought Lazarus back to life. ആമേൻ. യേശുവിന്റെ പരിശുശ്രൂഷയിൽ ഹല്ലേലൂയ വേറെയും മരിച്ചു ഉയർത്തെങ്കിലും അതിനൊക്കെയും വ്യത്യസ്തം ഉണ്ടായിട്ടാണ് ലാസറിന്റെ ഉയർപ്പ്. Hallelujah. It was a different, there's a different resurrection. Hallelujah. A different incident. And even though Jesus Christ resurrected different other people from death. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതെ, യേശു സ്നേഹിച്ച ഭവനത്തിൽ ദുഃഖങ്ങൾ കടന്നു വരാം. Yes, even though you are loved by Jesus Christ, you can still go through troubles. ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നങ്ങളുടെ വലിപ്പം പോലെ തന്നെ വിടുതലും ശ്രേഷ്ഠമായിരിക്കും. Hallelujah. Deliverance will be great according to the hallelujah greatness of the problem. ആമേൻ. ലൂക്കോസ് 6:20 അവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Luke 6:20 says, "Blessed are you when you are hallelujah poor, hallelujah because the heaven is the kingdom of heaven is for you." ആമേൻ. വീണ്ടും മത്തായി 5:3 പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം നിങ്ങൾക്കുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Matthew hallelujah 5:3 says, "Hallelujah blessed are the poor in spirit, for theirs is the kingdom of heaven." ആമേൻ. ഈ കൃപയുടെ സമ്പന്നത ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും അനുഭവിക്കാൻ കഴിയും. So there are people hallelujah can enjoy the riches of the grace of God. ആമേൻ. ഫിലിപ്പിയർ 4:11-12 വായിക്കാം. Let's read Philippians chapter 4:11 and 12. Not that I speak in respect of want, for I have learned in whatsoever state I am, therewith to be content. I know both how to be abased and I know how to be abound. Hallelujah. Everywhere and in all things I am instructed both to be full and to be hungry, both to abound and to suffer need. ആമേൻ. ഹല്ലേലൂയ. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. I know both how to be abased and I know how to be abound. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. Everywhere in all things I am instructed both to be full and to be hungry. ആമേൻ. എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നതാണ് അവിടെ പൗലോസ് പറയുന്നത്. Both to abound and to suffer need. ഹല്ലേലൂയ. പലതും ശീലിക്കാത്ത ഒരാൾ COVID-19 വന്നതുകൊണ്ട് പലതും ശീലിക്കാൻ ഇടയായി തീർന്നു. And now we are learning a lot of things because of COVID-19. ആമേൻ. ഇനിയുള്ള ദിനങ്ങൾ എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല. We don't know how the days ahead of us. ആമേൻ. നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകമെല്ലാം ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കുകയാണ്. If you look around the world, you can see the whole world is expecting a change in our ആമേൻ. life. ഈ മഹാമാരി മൂലം ലോകത്തിൽ എല്ലായിടത്തും ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായിരിക്കുകയാണ്. There's a lot of famine and hallelujah wanting and needing hallelujah because of this COVID-19. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അനേക രാജ്യങ്ങൾ വെട്ടുക്കിളികൾ ഹല്ലേലൂയ കൂട്ടത്തോടെ വന്ന് കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. We have seen a lot of hallelujah countries. Yes, the locusts are coming in bands and they are eating up the crops. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തെ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കണമെന്ന് ഹല്ലേലൂയ I am പറഞ്ഞിരിക്കുന്നത്. thinking, and Paul said, hallelujah, be content in what you have by looking. Paul might have foreseeing the things which is going to happen in such a time like this. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ പ്രാപിക്കാതെ കടന്ന വിവരങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender our life to Jesus Christ, so we'll have grace enough for hallelujah to survive in this kind of situation. ആമേൻ. പൗലോസ് പറയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഇതിലൊക്കെയും പൂർണ്ണജയം Paul പ്രാപിച്ചു. says, I can do all things through Christ to strengthen me. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ശക്തി പ്രാപിക്കാൻ കടന്ന ദൈവകരങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender our life to Jesus Christ, so we can be hallelujah, we can be endued with power from Holy Ghost. കേട്ടവരുടെ മുമ്പിൽ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. Let us surrender before this